എന്താ ഡേസി? അയാൾ എന്താ നിന്നോട് പറഞ്ഞേ? പറയാം, നീ കയറ്. നീ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിന്നിവിടെ വന്നത്. ഇവർക്കൊന്നും ഈ ലോകത്തൊന്നും സൃഷ്ടിക്കാൻ കഴിയില്ല ഡേസി. നശിപ്പിക്കാനേ കഴിയൂ. അതാദ്യം മനസ്സിലാക്ക് നീ. ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്നല്ലാതെ കുട്ടികൾ ഉണ്ടാവില്ല എന്നൊന്നും ഞങ്ങളെ ട്രീറ്റ് ചെയ്ത ഒരു ഡോക്ടറും ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ ഇവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും 5 മാസം മുമ്പ് ഇവിടെ വന്നുകൊണ്ടാണ് ഞാനിപ്പോൾ പ്രഗ്നന്റ് ആയെന്ന്? ഡോണ്ട് യു സീ ഇറ്റ്? ഇറ്റ്സ് എ ട്രാപ്പ്. ശ്വേത, ഇതൊക്കെ ഞാനും സമ്മതിക്കുന്നു. പക്ഷെ നമ്മളിത് കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നല്ലേ നല്ലത്. ഏതായാലും ഞാൻ പ്രൊഫസറോട് സംസാരിച്ചപ്പോൾ അയാൾ തന്നെ ഇങ്ങോട്ടൊരു ഓപ്ഷൻ തന്നു. നിന്റെ കുഞ്ഞിനെ നിനക്കിഷ്ടമുള്ള പോലെ വളർത്താം, അവരതിൽ ഇടപെടില്ല. പക്ഷേ പകരം ഇളയെ അവർ കൊണ്ടുപോകും. എന്തിന്? വരാൻ പോകുന്ന ഏതൊരു പ്രത്യേക ദിവസത്തിൽ നടത്തേണ്ട ഒരു കർമ്മത്തിന് 10 വയസ്സിൽ താഴെയുള്ള ജൂത പെൺകുട്ടിയാണ് അവർക്ക് വേണ്ടത്. എപ്പോഴോ ഒരു കാഷ്വൽ കോൺവെർസേഷനിൽ ഞാൻ പ്രൊഫസറോട് പറഞ്ഞിട്ടുണ്ട് പോലും, ഇള ഹാഫ് ജൂ ആണെന്ന്. അതുകൊണ്ട് ഡേസി നീ എന്തൊക്കെയാ പറയുന്നേ? ശ്വേതേ, ഒരുപക്ഷെ വളരെ കുറച്ച് ദിവസത്തേക്കായിരിക്കും അവർക്ക് ഇളയെ വേണ്ടത്. അത് കഴിഞ്ഞാൽ അവളെ നമുക്ക് തന്നെ തിരിച്ചു കിട്ടും. അത് പ്രൊഫസർ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നീയായിട്ടൊന്നും ചെയ്യണ്ട ശ്വേത. തൽക്കാലം ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തതായിട്ട് അങ്ങ് ഭാവിച്ചേക്കുക. ശ്വേത, വേണ്ട, നീ പോണ്ട. ഞാൻ അയാളോട് സംസാരിച്ചോളാം. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും ശ്വേത സമ്മതിച്ചില്ല. പക്ഷേ ഇളയെ കൊണ്ടുപോകാൻ അവർക്ക് ശ്വേതയുടെ സമ്മതം ആവശ്യമില്ലായിരുന്നു. അന്ന് ആ ഇൻസിഡന്റ് നേരിൽ കണ്ടതോടെ അവൾ വല്ലാതെ ഭയന്നു പോയി. ഇക്കാര്യമൊക്കെ പുറത്തു പറഞ്ഞാൽ ഇളയുടെ ജീവനും സ്വന്തം വയറ്റിൽ വളരുന്ന കുഞ്ഞിനും എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ച ശ്വേത ഇതുവരെ ആരോടൊന്നും പറയാതിരുന്നത്. എന്നുവെച്ചാ ശ്വേത ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു ഇളയെ ജീവനോടെ തിരിച്ചു കിട്ടുമെന്ന്, അല്ലേ? ഡെയ്സിയോ? ഡെയ്സി ഇപ്പോ ഈ നിമിഷം എന്റെ മകൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ? എനിക്കറിയില്ല, സത്യമായിട്ടും എനിക്കറിയില്ല. ഏതാണോ പ്രത്യേക ദിവസമെന്നോ അന്ന് അവരിളെ എന്താ ചെയ്യാൻ പോകുന്നതെന്നോ ഒന്നും എനിക്കറിയില്ല. എൻ്റെ അറിവില് ഏതാണ്ട് 12 സേറ്റൻ വർഷിപ്പ് സെന്റേഴ്സ് ഉണ്ട് സ്കോട്ട്ലൻഡിലാകെ. അവിടുത്തെ പ്രീസ്റ്റ്സ് മാത്രമേ ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കൂ. അവർക്ക് മാത്രമേ അതിന്റെ ഡീറ്റെയിൽസും അറിയൂ. പ്രൊഫസർ എന്തിനാ ശ്വേതയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ? വെറുതെ ആയിരുന്നു അതൊക്കെ. ഇല്ലയാ ആദ്യം മുതൽ അവരുടെ ടാർഗറ്റ്. ശ്വേത എങ്ങനെയും വർഷിപ്പിന് കൊണ്ടുവരണമെന്ന് പ്രൊഫസർ എന്നെ പലപ്പോഴും നിർബന്ധിച്ചത് ഇളയെ മുന്നിൽ കണ്ട. അതിന്റെ കാരണം നിനക്ക് മനസ്സിലായില്ലേ? അവരെ സംബന്ധിച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും സേഫസ്റ്റ് വിക്റ്റിമാണ് ഇള. അല്ലാതൊരു ജൂത പെൺകുട്ടിയെ തട്ടിയെടുത്ത സ്വാഭാവികമായും പ്രീവിയസ് ഹിസ്റ്ററി വെച്ച് പോലീസ് അന്വേഷണം ഇവരിലേക്ക് തന്നെ ആവും എത്തുക. ഇതിപ്പോ പേടിച്ചിട്ട് ഇളയുടെ ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ശ്വേതയായിട്ട് പോലീസിനോടൊന്നും വിട്ടു പറയില്ല. മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞ് ഉണ്ണിയെ കൊണ്ടിട്ട് പറയിക്കുകയില്ല. ഏതായാലും ഇനി താമസിപ്പിക്കണ്ട, നമുക്കിതൊക്കെ പോലീസിൽ അറിയിക്കാം. ബാക്കി അവർ നോക്കിക്കോളും. അറിയിക്കാം. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരാളെ ഒന്ന് കാണണം. ജസ്റ്റ് ഒന്ന് കാണണം.